ഇപ്രാവശ്യം ജോയിൻ ചെയ്യാൻ വന്നത് നേരെ ഡ്രൈ ഡോക്കിലേക്കാണ്. ഞാൻ ഫസ്റ്റ് കപ്പലിനെ കാണുമ്പം കപ്പൽ ഡോക്കിൽ കയറി വെള്ളം പമ്പ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളൊരു ക്രെയിൻ വഴി കപ്പലിലെത്തി. ആക്ച്വലി ഡ്രൈ ഡോക്കിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞത് ഒരു വലിയൊരു ടാസ്ക് തന്നെ. അങ്ങനെ ഹാൻഡിങ് ഓവറും ടേക്കിംഗ് ഓവറൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഡ്രൈ ഡോക്കിൻ്റെ പണികളിലേക്ക് കടന്നു. ഇയാൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കപ്പലിൻ്റെ ഏറ്റവും അടിയിലെ ബോട്ടം പ്ലഗ് ഊരിക്കൊണ്ടിരിക്കുക. അത് ഊരി കഴിഞ്ഞാലാണ് കപ്പലിൻ്റെ അൺപമ്പിളായിട്ടുള്ള ബല്ലാസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരിക. പ്രൊപ്പല്ലർ പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈഫ് ബോട്ടൊക്കെ അവരുടെ ക്രെയിൻ ഉപയോഗിച്ച് പെയിൻ്റൊക്കെ അടിക്കാനും സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത് കൊണ്ടുപോയി. ഡ്രൈ ഡോക്കിൻ്റെ മെയിൻ പരിപാടിയായ കപ്പൽ പെയിൻ്റ് അടിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കപ്പലിൻ്റെ ഹള്ളിലുള്ള പായലും പൂപ്പലും പിന്നെ റസ്റ്റുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ പോക്കുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ഗ്രിഡ് ബ്ലാസ്റ്റിംഗ് എന്നൊക്കെ. ചെറിയ തരി പോലുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ റസ്റ്റുകളൊക്കെ ഒഴിവാക്കുക. അങ്ങനെ റസ്റ്റൊക്കെ ഒഴിവാക്കി ഫസ്റ്റ് കോട്ട് പ്രൈമറും സെക്കൻഡ് കോട്ട് പ്രൈമറും ഒക്കെ അടിച്ച് ഫൈനൽ കോട്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ കുട്ടപ്പനായി കപ്പൽ. 15 വർഷത്തിൻ്റെ ഉള്ളിലുള്ള കപ്പൽ 5 വർഷം കൂടുമ്പോഴും അതിന് മുകളിലുള്ളത് 2.5 വർഷം കൂടുമ്പോഴാണ് ഡ്രൈ ഡോക്ക് ചെയ്യുക.